നമസ്കാരം. സിനിമയേക്കാൾ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇത് കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനം രാജ്യമാകെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ജീവിക്കുന്ന രക്തസാക്ഷികളായ ഒരു പറ്റം പെൺകുട്ടികളുടെ നെഞ്ചു പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ് ഇതെന്ന സംവിധായകൻ കാമാഖ്യ നാരായണൻ സിംഗിൻ്റെയും നിർമ്മാതാവ് വിപുൽ ഷാ അമൃതലാലിൻ്റെയും വെളിപ്പെടുത്തൽ കേരളത്തിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ലവ് ജിഹാദ് എന്ന വാക്കിനെ വെറും പ്രൊപ്പഗണ്ട എന്ന് വിളിച്ച് തള്ളുന്നവർക്ക് മുന്നിലേക്കാണ് 55ഓളം പെൺകുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ വൻ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താര എന്ന പെൺകുട്ടി പങ്കുവച്ച കാര്യങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും കരളലിയിക്കുന്നതായിരുന്നു. തന്നെ ഒരു മുസ്ലിം ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോയി ബലമായി ബീഫ് തീറ്റിച്ചുവെന്നും നിക്കാഹ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടില്ല എങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അവൾ വെളിപ്പെടുത്തി. 40 ദിവസത്തോളം നീണ്ട ആ നരകയാതനകൾ വിവരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത 45ഓളം പെൺകുട്ടികളുടെയും കഥകൾ സമാനമായ രീതിയിലുള്ളതായിരുന്നു. പ്രണയം നടിച്ച് കെണിയിൽ വീഴ്ത്തുക, മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി മതം മാറ്റുക തുടങ്ങിയ ക്രൂരമായ രീതികളാണ് ഇവർക്കെതിരെ പ്രയോഗിക്കപ്പെട്ടതെന്ന് ഇവർ ആരോപിക്കുന്നു. ഒരു അന്ധനായ പിതാവ് തൻ്റെ 16 വയസ്സുകാരിയായ മകൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിച്ചത് വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. തൻ്റെ മകളെ മതം മാറ്റാനായി ഒരു ദർഗയിൽ കൊണ്ടുപോയെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു സഹായവും ലഭിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ 30ഓളം നഗരങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് തങ്ങളുടെ ജീവിതം തകർത്ത ഈ കെണിയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറായത്. സിനിമ വെറും കെട്ടുകഥയാണെന്ന് ആരോപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ ഈ പെൺകുട്ടികളുടെ കണ്ണീർ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്താ സമ്മേളനത്തെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. വാർത്താ സമ്മേളനത്തിൽ നിന്നും അണിയറ പ്രവർത്തകർ ചോദ്യങ്ങൾ ഭയന്ന് ഒളിച്ചോടുകയായിരുന്നുവെന്നും ലവ് ജിഹാദിൻ്റെ ഇരകളായി അവതരിപ്പിക്കപ്പെട്ടവരിൽ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഈ യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കാനാണ് ലിബറൽ ഇടതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ സിനിമയുടെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് നിർമ്മാതാക്കൾ ശ്രമിക്കുന്നതെന്ന് മറുവിഭാഗം വാദിക്കുന്നു. എന്നാൽ ഏത് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ഭാഗമായാലും പെൺകുട്ടികൾ നേരിട്ട ഈ ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് ടു യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.